നെക്സ്റ്റ് യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നല്ലൊരു സെക്ഷനാണ് ഡയമെൻഷണൽ അനാലിസിസിന്റെ യൂസ്. അതിനകത്ത് ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം, ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാം. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് യൂസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്? ഡയമെൻഷണൽ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യാം. ഇനി നമുക്കത് അതിൻ്റെ എക്സാമ്പിൾസ് ചെയ്തിട്ട് നമുക്കിതെല്ലാം സമപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഓരോന്നായിട്ട് പറയാം. അതിനകത്ത് ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ E = mc². നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കൂ, E എന്ന് പറയുന്നത് എനർജി അല്ലേ? E എന്ന് പറയുന്നത് എനർജി, M എന്ന് പറയുന്നത് മാസ്, C എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഇതൊക്കെ നമുക്കറിയാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പൊ LHSനകത്ത് ഒരു ടേം, RHSനകത്തും ഒരു ടേം, ഒറ്റ ടേം വെച്ച് രണ്ട് സ്ഥലത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. ഡയമെൻഷൻ ഓഫ് LHS ഞാൻ എഴുതുന്നു. LHSന്റെ ഡയമെൻഷൻ എഴുതാൻ പോവാണ്. എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല പറയൂ. ML എന്താണ്? എനർജിയാണ്. ML² T⁻². ഓക്കെ, അപ്പൊ ഡയമെൻഷൻ ഓഫ് LHS എന്താണ്? ML² T⁻². ഇനി ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS സൈഡിൻ്റെത് ഇതുപോലെ എഴുതണം. RHS സൈഡിൽ M എന്ന് പറഞ്ഞാൽ മാസാണ്, C എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പൊ LT⁻⁻1 അതിന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും? M അതുപോലെ എഴുതി, Lന്റെ സ്ക്വയർ L², A⁻m ദ ഹോൾ റൈസ് ടു n എന്താണ്? A⁻m × n. അപ്പൊ T⁻ എന്ത് വരും? -1 × 2. അപ്പൊ -2. ഇപ്പൊ നോക്കൂ, LHSന്റെയും RHSന്റെ ആൻസർ സെയിം അല്ലേ? അപ്പൊ ഡയമെൻഷൻ ഓഫ് LHS = ഡയമെൻഷൻ ഓഫ് RHS എന്ന് ഞാൻ എഴുതി. RHSന്റെയും LHSന്റെയും ഡയമെൻഷൻ സെയിം. Therefore your equation is dimensionally correct. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഈ ഇക്വേഷൻ ഡയമെൻഷണലി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്താണെന്ന് കിട്ടി? കറക്റ്റ് ആണെന്ന് കിട്ടി. പക്ഷെ ഒരു കാര്യം, ഇത് ഡയമെൻഷണലിയെ കറക്റ്റ് ആവുന്നുള്ളൂ, ആക്ച്വലി കറക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഇക്വേഷനിൽ ഇവിടെ E = mc² എന്ന് എഴുതിയ സ്ഥലത്ത് E = 2mc² എന്ന് ഞാൻ എഴുതിയിരുന്നെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് LHS എഴുതുമ്പോൾ നമ്മൾ എഴുതി, ഡയമെൻഷൻ ഓഫ് RHS എഴുതാൻ നേരത്ത് 2 ഒരു നമ്പർ അല്ലേ? നമ്പർ ഹാസ് നോ ഡയമെൻഷൻ. നമ്പറിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ 2ന്റെ ഡയമെൻഷൻ നമുക്കില്ല, M-നും C-ക്കും മാത്രമേ ഉള്ളൂ. അത് ഇടുമ്പോഴത്തേക്ക് സെയിം ആൻസർ വരില്ലേ? അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഓഫ് LHS = ഡയമെൻഷൻ ഓഫ് RHS എന്ന് തന്നെ വരും. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്ന് എഴുതിയാൽ ശരിയാവോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെന്ന് എഴുതാവൂ? ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ് എന്ന് എഴുതാവൂ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആയാൽ ആക്ച്വലി കറക്റ്റ് ആവണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ വി ക്യാൻ യൂസ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണലിയെ ചെക്ക് ചെയ്യാൻ പറ്റൂ, അത് ഓർമ്മയാണ്. ആ ലിമിറ്റേഷൻ മനസ്സിൽ വെച്ചോണം. സോ ഹൗ വിൽ യു ചെക്ക് ദിസ് ഇക്വേഷൻ? പറയൂ. E = mc². What is E? Energy. What is M? Mass. C? Velocity of light. See, what is LHS? Energy. So dimension of LHS energy പറയൂ. ML² T⁻². ഡയമെൻഷൻ ഓഫ് RHS പറയണം. മാസിന്റെ എന്താണ്? M. വെലോസിറ്റിയുടെ എന്താണ്? LT⁻⁻1 അതിന്റെ സ്ക്വയർ. അപ്പൊ ആൻസർ ഇത് കിട്ടി. ഡയമെൻഷൻ ഓഫ് LHS = ഡയമെൻഷൻ ഓഫ് RHS. സോ യുവർ ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ്. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം നോക്കാം. T is equal to 2π√L/g എന്നാണ് ഇക്വേഷൻ. ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. T is equal to 2π√L/g ചെക്ക് ചെയ്യാം. T എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ ആണ്. അപ്പോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്ക് എഴുതാം.
പറഞ്ഞോളൂ. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഡയമെൻഷൻ ഓഫ് LHS എഴുതണം അല്ലേ? വാട്ട് ഈസ് എ ഡയമെൻഷൻ ഓഫ് LHS? LHSന്റെ ഡയമെൻഷൻ എഴുതണം. ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്താണ്? T. കുഴപ്പമില്ല. ഇനി ഡയമെൻഷൻ ഓഫ് RHS പറയണം. ഡയമെൻഷൻ ഓഫ് RHSന്റെ പറയൂ. 2 ഒരു നമ്പർ ആണ്, നോ ഡയമെൻഷൻ. പൈ ഡയമെൻഷൻ ഇല്ല, അപ്പൊ 2നും പൈക്കും ഡയമെൻഷൻ ഇല്ല. ഇനി ബാക്കി റൂട്ട് ഓഫ് പറയൂ. ലെങ്തിന് L ആണ്, ഡിവൈഡഡ് ബൈ ഇത് ആക്സലറേഷൻ അല്ലേ? ആക്സലറേഷൻ എന്താണ്? LT⁻² എന്നാണ്. അപ്പൊ L ക്യാൻസൽ ചെയ്തു, ഈ T⁻² മണ്ടേ വരുമ്പോ T² ആയി. അപ്പൊ റൂട്ട് ഓഫ് T². അപ്പൊ ആൻസർ എന്ത് കിട്ടി? T എന്ന് കിട്ടിയോ? അപ്പൊ ഡയമെൻഷൻ ഓഫ് LHS ആൻഡ് RHS ആർ സെയിം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതും? ഡയമെൻഷൻ ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ഞാൻ പറയണോ? സോ therefore equation is dimensionally correct എന്ന് എഴുതിക്കോണം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. സോ what is our equation? T is equal to 2π root of L/G എന്നാണ്. T ടൈം പീരിയഡ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ T is equal to 2π root of L/G. ഇതിനകത്ത് L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പെൻഡുലം ആണ്, G എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്ക് LHSനകത്ത് ഒരു ടേം, RHSനകത്ത് ഒരു ടേം. ഡയമെൻഷൻ ഓഫ് LHS ടൈം പീരീഡിന്റെ പറയൂ T. RHSനകത്ത് 2നും പൈക്കും ഡയമെൻഷൻ ഇല്ല. അപ്പൊ റൂട്ട് ഓഫ് ലെങ്തിൻ്റെത് L, ആക്സലേഷൻ്റെത് LT⁻². L ക്യാൻസൽ ചെയ്തു, ബാക്കി റൂട്ടിന്റെ അകത്ത് 1/T⁻² എന്ന് വരും. ഇത് മേലെ വരുമ്പോ റൂട്ട് ഓഫ് T². കുഴപ്പമില്ല, T²ന്റെ റൂട്ട് T. സോ ഡയമെൻഷൻ ഓഫ് LHS ആൻഡ് ഡയമെൻഷൻ ഓഫ് RHS ഈക്വൽ. therefore equation is dimensionally correct. ഇനി അടുത്തത് ലാംഡ ഈസ് ഈക്വൽ ടു H/mv എന്നാണ് ഇക്വേഷൻ. ലാംഡ ഈസ് ഈക്വൽ ടു H/mv. ഇതിനകത്ത് ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, വേവ് ലെങ്ത്. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്കിന്റെ സ്പെല്ലിംഗ് ഉണ്ടോ? PLANCK ആണ് കേട്ടോ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. M എന്ന് പറഞ്ഞാൽ മാസ്, V എന്ന് പറയുന്നത് വെലോസിറ്റി. ഓക്കെ, നമുക്ക് ചെയ്യാം ഓരോന്നായിട്ട്. LHSനകത്ത് ഒരു ടേം, RHSനകത്ത് ഒരു ടേം. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ. ഡയമെൻഷൻ ഓഫ് LHS, ഡയമെൻഷൻ ഓഫ് LHS. LHSന്റെ ഡയമെൻഷൻ പറയൂ. വേവ് ലെങ്ത് ആണ്, വേവ് ലെങ്തിന്റെ ഡയമെൻഷൻ L. ഓക്കെ, അപ്പൊ അടുത്ത ഡയമെൻഷൻ ഓഫ് RHS. what is ഡയമെൻഷൻ ഓഫ് RHS പറയൂ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ? mL²T⁻⁻1 ഡിവൈഡഡ് ബൈ മാസിൻ്റെത് M, അടുത്ത് വെലോസിറ്റിയുടേത് LT⁻⁻1. അപ്പൊ ക്യാൻസൽ ക്യാൻസൽ ചെയ്തു, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ഓരോ L ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? L കിട്ടി. ഇനി ബാക്കി സ്റ്റെപ്പ് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? രണ്ട് സെയിം കിട്ടിയില്ലേ? ഡയമെൻഷൻ ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. therefore your equation is dimensionally correct. ഓക്കെ ആണേ? അപ്പോൾ അടുത്ത പ്രോബ്ലം ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ ഇത് പറയാം. ലാംഡ ഈസ് ഈക്വൽ ടു H/mv എന്നാണ്. what is LHS side? ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് എന്നാണ്. വേവ് ലെങ്ത് L ആണ്. അടുത്ത H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്താണ്? mL²T⁻⁻1. മാസിന് M, വെലോസിറ്റിക്ക് LT⁻⁻1. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് L തന്നെ കിട്ടും. അപ്പൊ ഡയമെൻഷൻ ഓഫ് LHS ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. ഓക്കെ, അടുത്ത ഒരു ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു HR നോക്കിക്കോണം, HR∆G ഡിവൈഡഡ് ബൈ 2 cos θ എന്നാണ്. T ഈസ് ഈക്വൽ ടു HR ഡെൽറ്റ കണ്ടോ? D പോലെ ഇങ്ങനെ ∆G ഡിവൈഡഡ് ബൈ 2 cos θ എന്നാണ്. ഇതിനകത്ത് T എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്, സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ. അടുത്ത H എന്ന് പറയുന്നത് ക്യാപ്പിലറി ഹൈറ്റ് ആണ്, ക്യാപ്പിലറി റൈസ്, ക്യാപ്പിലറി ഹൈറ്റ്. അടുത്ത R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ട്യൂബ് ആണ്, ഒരു ട്യൂബിന്റെ റേഡിയസ് ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ആക്സലറേഷൻ തന്നെയാണ്. അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്ത കോസ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ അതിനകത്ത് റിസർച്ച് ഒന്നും നിങ്ങൾ നടത്തണ്ട. They have given this equation, you check the correctness of this equation. LHSനകത്ത് ഒരു ടേം, RHSനകത്ത് ഒരു ടേം. ഓക്കെ,
അപ്പോൾ നോക്കിക്കോളൂ, LHS, ഡയമെൻഷൻ ഓഫ് LHS പറയൂ. ഡയമെൻഷൻ ഓഫ് LHS ശ്രദ്ധിച്ച് പറയൂ. സർഫസ് ടെൻഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? MT⁻² എന്നാണ്. MT⁻², നമുക്കറിയാവുന്നതാണ്. ഇനി ഡയമെൻഷൻ ഓഫ് RHS പറയണം. ഡയമെൻഷൻ ഓഫ് RHS. അപ്പൊ ഡയമെൻഷൻ ഓഫ് RHS പറയൂ. കാപ്പിലറി ഹൈറ്റ്, നമ്മൾ ഒരു ലിക്വിഡ് ട്യൂബ്സ് വഴി മേലോട്ട് പൊങ്ങി പോകുന്നതിനെ പറയുന്ന പേരാണ് കാപ്പിലറി ആക്ഷൻ. നമുക്കറിയാം, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുപോലെ H എന്ന് പറയുന്നത് കാപ്പിലറി ഹൈറ്റ് അതൊരു ലെങ്ത് ആണ്. അപ്പൊ H എന്ന് പറയുന്നത് L ആണ്. ഇനി റേഡിയസ് ഓഫ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് അല്ലേ? അപ്പൊ അതും ലെങ്ത് ആണ്. അടുത്ത് ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയുടെ എന്താണ്? ML⁻³ എന്നാണ്. ഇനി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലേഷൻ ആണ് എന്താണ്? LT⁻² ആണ്. ഡിവൈഡഡ് ബൈ ഞാൻ ഇടുന്നില്ല, 2 ഒരു നമ്പർ ആണ്, ഡയമെൻഷൻ ഇല്ല. കോസീറ്റ എന്ന് പറയുന്നത് ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ അല്ലേ? ട്രിഗണോമെട്രിക് റേഷ്യോസിനൊന്നും ഡയമെൻഷൻ ഇല്ല. ഓർത്ത് വെച്ചോണ്ട, ട്രിഗണോമെട്രിക് റേഷ്യോസിനൊന്നും ഡയമെൻഷൻ ഇല്ല. അപ്പൊ അതിനും ഇല്ല. അപ്പൊ അതൊന്നും എഴുതണ്ട. ബാക്കി റെഡിയാക്കി ഒന്ന് പറയൂ. പറഞ്ഞോ. പറഞ്ഞോ. ഇവിടെ എല്ലും കൂടെ എന്തായി? L³ ആയി. L³ L⁻³ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ആവും? L⁻³ + 3 എത്ര? L⁻0 1 ആയില്ലേ? ഒന്നും കൂടെ എല്ലും കൂടെ എന്തായി? L³ ആയി. L⁻³ കൂടെ ചേരുമ്പോൾ L⁻0 എന്നായി, അതായത് 1 എഴുതണ്ട. ഇനി ബാക്കി T⁻². നോക്കൂ, ഡയമെൻഷൻ ഓഫ് LHSഉം ഡയമെൻഷൻ ഓഫ് RHS സെയിം അല്ലേ? സോ ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. T = HR ΔG / 2 cosθ എന്നാണ്. നിങ്ങൾ ഇതിനകത്ത് ലെറ്റേഴ്സ് കണ്ട് കൺഫ്യൂസ് ആക്കരുത്. നേരെ വായിച്ചു നോക്കണം. പ്രോബ്ലം തന്നാൽ അതിനകത്ത് ഓരോ ലെറ്റർ എന്താണെന്ന് നല്ല ക്ലിയർ ആയിരിക്കണം. T കാണുമ്പോൾ ടൈം ആണെന്ന് എഴുതാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ T എന്ന് പറയുന്നത് ഇവിടെ സർഫസ് ടെൻഷനെയാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കും. ഇനി H എന്ന് പറയുന്നത് കാപ്പിലറി ഹൈറ്റ് ആണ്. R എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ട്യൂബ് ആണ്. ഇതെല്ലാം ക്വസ്റ്റിനകത്തുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഇനി G എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, 2 ഒരു നമ്പർ, തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. പറയൂ, സർഫസ് ടെൻഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? MT⁻². റൈറ്റ് സൈഡിൽ H എന്ന് പറയുന്നത് കാപ്പിലറി ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്ന ലെങ്ത് ആണ്. R എന്ന് പറയുന്ന റേഡിയസ് ലെങ്ത് ആണ്. ഡെൽറ്റ എന്ന് പറയുന്ന ഡെൻസിറ്റി, പറയൂ, ഡെൻസിറ്റി എന്താണ്? ML⁻³ ആണ്. ആക്സലറേഷൻ LT⁻² ആണ്. ഇനി 2-നില്ല, ട്രിഗണോമെട്രിക് റേഷ്യോയ്ക്കും ഡയമെൻഷൻ ഇല്ല. സോ ഡയമെൻഷൻ ഓഫ് LHS = ഡയമെൻഷൻ ഓഫ് RHS. Therefore equation is dimensionally correct. ഇത്ര എഴുതി വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. V = U + AT കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഞാൻ പറയാം. LHSനകത്ത് ഒരു ടേം, RHSനകത്ത് 2 ടേം അല്ലേ? 2 ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു ഇവിടുത്തെ പ്ലസ് അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ ടേമിന്റെയും നമ്മൾ പഠിച്ചതാണ്. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. ഡയമെൻഷൻ ഓഫ് ഓൾ ടേംസ് മസ്റ്റ് ബി ഈക്വൽ. എല്ലാ ടേമിന്റെ എന്താ സെയിം ആയാൽ മതി. ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പൊ നോക്കൂ, ഡയമെൻഷൻ ഓഫ് പറയൂ. ഡയമെൻഷൻ ഓഫ് LHSനകത്ത് ഒരു ടേമേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ ഡയമെൻഷൻ? ഫൈനൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി അല്ലേ? LT⁻⁻1. ഇനി RHSനകത്ത് ഓരോ ടേം വൈസ് എഴുതണം. അപ്പൊ ഡയമെൻഷൻ ഓഫ് പറയൂ. ഡയമെൻഷൻ ഓഫ് ഫസ്റ്റ് ടേം ഓൺ RHSലെ ആദ്യത്തെ ടേമിന്റെ ഡയമെൻഷൻ പറയുക. ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇറ്റ് ഈസ് എ വെലോസിറ്റി. പറയൂ. അപ്പൊ LT⁻1. അടുത്ത ഡയമെൻഷൻ ഓഫ് പറയൂ. ഡയമെൻഷൻ ഓഫ് സെക്കൻഡ് ടേം ഓൺ RHSലെ സെക്കൻഡ് ടേമിന്റെ ഡയമെൻഷൻ പറയൂ. ആക്സലേഷൻ LT⁻² × T. അപ്പൊ എന്താ വരും? ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ L, നിങ്ങൾ തന്നെ പറയൂ, T⁻⁻1. അപ്പൊ നിങ്ങൾ നോക്കൂ, എല്ലാ ടേമിന്റെ ഡയമെൻഷൻ സെയിം അല്ലേ? അപ്പൊ ഡയമെൻഷൻ ഓഫ് all terms on either side are equal. So equation is dimensionally correct. ഒന്നുകൂടെ ഞാൻ പറയാം. V = U + AT. So LHS contains 1 term, RHS contains 2 terms. Terms are separated by a positive or negative. See, V is final velocity. You're right. The dimension of LHS is final velocity. It is a velocity. So LT⁻⁻1. Then dimension of RHS is initial velocity. Initial velocity is a velocity. So LT⁻⁻1. AT, acceleration LT⁻² into T. So what is the answer? LT⁻⁻1. See, dimension of all terms are equal. So by equation of by principle of homogeneity of dimension, the equation is correct. Am I right?
next. S is equal to ut plus half at square. നമുക്ക് ചെക്ക് ചെയ്യാം. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. യു ഇനിഷ്യൽ വെലോസിറ്റി, ടി എന്ന് പറഞ്ഞാൽ ടൈം, എ എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഓക്കെ, അപ്പൊ റെഡിയാക്കി പറയുക. LHS contains one term, RHS contains two terms. Okay, so dimension of, say, dimension of LHS. Dimension of LHS. What is dimension of LHS? Displacement ആണ്. Displacement is a length L. അടുത്ത dimension of പറയൂ. Dimension of first term on RHS. Dimension of first term on RHS പറയൂ. U initial velocity, LT raised to minus 1 into T. So your answer L. Okay. Then dimension of പറയൂ. Dimension of second term. Dimension of second term on RHS. പറയണം. Second term പറയൂ. Half is a number, no dimension. Acceleration LT raised to minus 2 into time square, T square. So you are getting L. See, dimension of all terms are equal. So dimension of all terms are same. By principle of homogeneity of dimensions, this is correct. Am I right? So it is a correct relation. See, S is equal to ut plus half at square. What is S? Displacement. U initial velocity, T time, A acceleration. Then LHS contains one term, RHS contains two terms. See, what is the dimension of LHS? Displacement. What is it? L. Then dimension of first term on RHS, ut. Initial velocity, it is a velocity into time. See, LT raised to minus 1 into T. So answer is L. Then second term, see, half is a number, no dimension. Acceleration LT raised to minus 2 into time square. So you are getting L. So dimension of all terms are equal. So by equation of, principle of homogeneity of dimension, the equation is correct, dimensionally correct. Okay. Next നമ്മുടെ നോട്ട്സിലുള്ള ഒരു പ്രോബ്ലം നോക്കൂ. ഇഫ് വി ഈസ് എ സ്പീഡ് ഓഫ് എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. വി എന്ന് പറയുന്നത് സ്പീഡാണെന്ന്. വി എന്ന് പറയുന്നത് സ്പീഡാണ്. ദെൻ ആൻഡ് ആർ ഈസ് എ റേഡിയസ് ഓഫ് കർവേച്ചർ. ദെൻ ഷോ ദാറ്റ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് എന്ന് എടുത്താൽ മതി. റേഡിയസ്. അങ്ങനെയാണെങ്കിൽ യു പ്രൂവ് ദാറ്റ് വി സ്ക്വയർ ബൈ ആർ ഹാസ് എ യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ. വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് എന്താണെന്ന്? ആക്സലറേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. വി സ്ക്വയർ ബൈ ആർ ഹാസ് എ യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ. വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് ആക്സലറേഷന്റെ യൂണിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആറിന് ആക്സലറേഷന്റെ ഡയമെൻഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്നും കൂടെ. See, in the question it is given v is a speed, r is a radius. Then you have to prove that v square by r has a unit of acceleration. It is a item to be proved. See, or you prove that v square by r is acceleration, or you prove that v square by r has a dimension of acceleration. So shall we do it? അപ്പോൾ see, v square by r ആണ് നമുക്ക് വേണ്ടത് അല്ലേ? v എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്താണ്? LT raised to minus 1. It's a square divided by radius. Radius ഒരു ലെങ്ത് ആണ് L. See, ഇതൊന്ന് റെഡിയാക്കൂ. L square a raised to m the whole raised to n, a raised to m into n minus 2 divided by L. So you are getting LT raised to minus 2. LT raised to minus 2. LT raised to minus 2 is a dimensional formula of what? Acceleration. So equal to dimensional formula of what? Acceleration. So it will have the same യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്സലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. അതുകൊണ്ട് വി സ്ക്വയർ ബൈ ആർ ഹാസ് എ യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ. വി ഈസ് എ സ്പീഡ്, ആർ ഈസ് എ റേഡിയസ്. യു പ്രൂവ് ദാറ്റ് വി സ്ക്വയർ ബൈ ആർ ഹാസ് എ യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ. സോ വി സ്ക്വയർ ബൈ ആർ, വി എന്താണ്? LT raised to minus 1. ഇറ്റ്സ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പോൾ ഇത് റെഡി ആക്കുമ്പോഴത്തേക്ക് യു ആർ ഗെറ്റിംഗ് LT raised to minus 2. LT raised to minus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ അല്ലേ? So it is a dimension of acceleration. So v square by r has a dimension of acceleration, or v square by r has a unit of acceleration. Okay, v square by r has a dimension of acceleration. So v square by r will have the unit of acceleration. നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? So this is about the first use of dimensional analysis. So what is the first use of dimensional analysis? Dimensional analysis is used to check
ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് ഡയമെൻഷണൽ മെത്തേഡ്. ഓക്കെ.